ഇന്ത്യയുടെ ഭൂമി വർഷങ്ങളായി ഞങ്ങൾ കയ്യേറി വെച്ചിരിക്കുകയാണ്. കേൾക്കുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനെയും ചോര തിളപ്പിക്കുന്ന ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് മറ്റാരുമല്ല, നേപ്പാൾ പ്രധാനമന്ത്രി ബാലൻ ഷാ ആണ്. നമ്മുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഒരു കള്ളൻ, അതെ ഞാൻ കള്ളനാണ്, ഞാൻ മോഷ്ടിക്കാൻ വന്നതാണ്, ഞാൻ മോഷ്ടിച്ചിട്ടേ പോകൂ എന്ന് നെഞ്ചുവിരിച്ച് പറയുന്നതിന് തുല്യമാണ്. അതിർത്തി വിഷയത്തിൽ പാർലമെന്റിൽ ഉയർന്ന ഒരു ചോദ്യത്തിന് മറുപടി നൽകുമ്പോഴാണ് ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തുന്ന ഈ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. ശ്രം ശക്തി പാർട്ടി എം പി അരയൻ റായ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഷാ ഈ ഒരു ബോംബ് പൊട്ടിച്ചത്. ഇന്ത്യയുമായി കാലാകാലങ്ങളായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന ലിബുലേക്ക്, ലിംബിയാദുര തുടങ്ങിയ പ്രദേശങ്ങൾ നേപ്പാളിന്റെ നിയന്ത്രണത്തിലാണെന്നാണ് നേപ്പാൾ പ്രധാനമന്ത്രിയുടെ വാദം. ചരിത്രപരമായിട്ടുള്ള കരാറുകളെക്കുറിച്ച് ഇന്ത്യയുമായി മാത്രമല്ല ചൈനയുമായും ബ്രിട്ടനുമായും തങ്ങൾ സംസാരിച്ചെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ദശാബ്ദങ്ങളായി നമ്മുടെ ധീര ജവാന്മാർ കാവൽ നിൽക്കുന്ന 1954 മുതൽ നമ്മുടെ തീർത്ഥാടകർ മാനസ് സരോവറിലേക്ക് പോകുന്ന സ്വന്തം ഭൂമിയാണത്. ഇതിന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നൽകിയ മറുപടി വളരെ കൃത്യമായിരുന്നു. നേപ്പാളിന്റെ ഈ വ്യാജ അവകാശവാദങ്ങൾക്ക് യാതൊരു ചരിത്രപരമായിട്ടുള്ള അടിസ്ഥാനവും ഇല്ല എന്ന് ഇന്ത്യ മുഖത്തടിച്ചു പോലെ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് യാതൊരു അടിസ്ഥാനവുമില്ലാതെ നേപ്പാൾ ഇപ്പോൾ ചരിത്രം വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്? പണവും തൊഴിലും നൽകി അതിർത്തികൾ പോലും തുറന്നിട്ട് ഇന്ത്യ എക്കാലത്തും സ്വന്തം സഹോദരനെ പോലെ സഹായിച്ച രാജ്യമാണ് നേപ്പാൾ. എന്നിട്ടും അവർ ഇന്ത്യയുടെ ഈ നന്ദികേട് കാണിക്കുന്നത് ചൈനയുടെ വെറുമൊരു ചട്ടുകമായി, കളിപ്പാവയായി അവർ മാറുന്നത് കൊണ്ടാണോ? 1816 സുഗൌളി കരാർ പ്രകാരം മഹാകാളി നദിയാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തി. നദിക്ക് പടിഞ്ഞാറ് ഇന്ത്യയും കിഴക്ക് നേപ്പാളും. എന്നാൽ നദി എവിടെ തുടങ്ങുന്നു എന്നതിനെ ചൊല്ലി പുതിയ തർക്കങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയുടെ ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കാനാണ് നേപ്പാളിന്റെ കുത്സിത ശ്രമം. ഈ ഹിമാലയൻ പ്രദേശം ഇന്ത്യയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടത്തിന്റെ മണ്ണാണ്. ഉത്തരാഖണ്ഡിലെ പിത്തോര ഗഡിലുള്ള കാലാപാനി ഇന്ത്യയും നേപ്പാളും ചൈനയും ഒന്നിക്കുന്ന ഒരു തന്ത്രപ്രധാന പോയിന്റാണ്. അവിടെ നിന്നാൽ അതിർത്തിക്കപ്പുറം ചൈന നടത്തുന്ന ഓരോ നീക്കവും നമുക്ക് കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കും. 1962 ചൈന യുദ്ധകാലം മുതൽ നമ്മുടെ ITBP സൈനികർ രാപ്പകൽ ഭേദമില്ലാതെ കാവൽ നിൽക്കുന്ന അതിർത്തി. ആ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ് ചൈനീസ് ബുദ്ധിയിൽ നേപ്പാൾ ഇപ്പോൾ നോട്ടപ്പെടുന്നത്. 2020 ഇന്ത്യൻ തീർത്ഥാടകർക്കായി 80 കിലോമീറ്റർ റോഡ് ഇവിടെ തുറന്നപ്പോഴും 2015 ഇന്ത്യയും ചൈനയും വ്യാപാര കരാർ ഉണ്ടാക്കിയപ്പോഴും നേപ്പാൾ അനാവശ്യമായി പ്രശ്നമുണ്ടാക്കിയിരുന്നു. നേപ്പാൾ ഇപ്പോൾ ചൈനയുടെ ഒരു പ്രോക്സിയെ പോലെയാണ് പെരുമാറുന്നത്. തൊട്ടടുത്ത അയൽക്കാരനായിട്ടും ഇന്ത്യയോട് നേപ്പാൾ കാണിക്കുന്ന ഈ ധിക്കാരം ഓരോ ഇന്ത്യക്കാരിലും രോഷം നിറയ്ക്കുന്നതാണ്. എന്നാൽ ഇത്തരം വില കുറഞ്ഞ പ്രകോപനങ്ങൾക്ക് മുന്നിൽ പതറാതെ അങ്ങേയറ്റം ക്ഷമയോടെയും കരുത്തോടെയുമാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. നമ്മുടെ സൈന്യം കാവൽ നിൽക്കുന്ന ഒരു തരി മണ്ണ് പോലും ആർക്കും വിട്ടുകൊടുക്കാൻ ഇന്ത്യ ഒരുക്കമല്ല. അവകാശവാദം ആർക്കും ഉന്നയിക്കാം, നേപ്പാളിനോ ചൈനയ്ക്കോ ആർക്കും. പക്ഷെ ആ മണ്ണിലേക്ക് ഒന്ന് കാല് കുത്തണമെങ്കിൽ പാസ്പോർട്ടിൽ ഇന്ത്യയുടെ സീൽ വേണം എന്ന ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ ഇത്തരം പ്രസ്താവനകൾക്കൊന്നും യാതൊരുവിധ മുൻഗണനയും കൊടുക്കേണ്ട കാര്യമില്ല.